ഉസൂലു സുന്നയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തർക്കുൽ ജുലൂസി മഅ അസ്ഹാബിൽ അഹ്വാ. തർക്കുൽ ജുലൂസി, ഇരുത്തം ഒഴിവാക്കൽ. ആരുടെ കൂടെ? മഅ അസ്ഹാബിൽ അഹ്വാ, ഹവയുടെ ആളുകളുടെ കൂടെ. അഹ്വാ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾ. അസ്ഹാബുൽ അഹ്വാ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛയുടെ ആളുകൾ, അഥവാ സുന്നത്തിനെയും മറ്റും പരിഗണിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം വിശ്വാസവും കർമ്മങ്ങളും തിരഞ്ഞെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്കാണ് അസ്ഹാബുൽ അഹ്വാ എന്ന് പറയുന്നത്. അവരുടെ കൂടെ ഇരിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് മുഅല്ലിഫ് റഹിമഹുല്ലാ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അഥവാ ദീനിന് വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്ന, ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സുകളിൽ അതിനെ ഖണ്ഡിക്കുവാനും അവർക്ക് തിരുത്തി കൊടുക്കാനും വേണ്ടിയല്ലാതെ ഇരിക്കാൻ പാടില്ലാത്തതാണ്. അതിനോട് സഹകരിച്ചുകൊണ്ട് ഇരുന്നാലും ശരി, അവർ പറയുന്നത് സമ്മതിച്ചുകൊണ്ട് ഇരുന്നാലും ശരി, സമ്മതിക്കാതെ ഇരുന്നാലും ശരി, അതിനെ എതിർക്കാത്ത കാലത്തോളം അത്തരം ആളുകളുടെ കൂടെയോ അത്തരം സദസ്സിലോ ഇരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒന്ന്, അവരുമായി സാദൃശ്യപ്പെടൽ അതിലുണ്ട്, കാരണം അവരുടെ കൂടെ ഇരിക്കുകയാണ്. രണ്ടാമത്തത്, അവർ പറയുന്ന കാര്യങ്ങൾ കൂടെ ഇരിക്കുന്ന ആളുകളുടെ മനസ്സിൽ സ്വാധീനമുണ്ടാക്കും. അവരുടെ തെറ്റായ ചിന്താഗതികൾ ഇയാളിലേക്കും പകരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ മർഉ ഫി ദീനി ഖലീലിഹി. ഒരു വ്യക്തി തൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ, അവരുടെ സംസാരം കേൾക്കുമ്പോൾ ശുദ്ധമായ മനസ്സിൽ പോലും കളങ്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബിദ്അത്തിൻ്റെ ആളുകളുടെ കൂടെ, മതത്തെ കളിയാക്കുന്ന ആളുകളുടെ കൂടെ, കുഫറിൻ്റെ നിഫാഖിൻ്റെ ആളുകൾ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല. എന്നാൽ അതല്ലാത്ത മറ്റു വിഷയങ്ങൾ, ഭൗതികമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ അത്തരം സന്ദർഭത്തിൽ ഇരിക്കുന്നതിന് വിരോധവുമില്ല. സൂറത്തുൽ അൻആമിലെ 68-ാമത്തെ ആയത്തിൽ കാണാം, വഇദാ റഅയ്ത അല്ലദീന യഖൂദൂന ഫീ ആയാതിന. നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ, അഥവാ നമ്മുടെ വചനങ്ങളിൽ ഖൗദ് ചെയ്യുന്ന, അതിൽ ഇറങ്ങി സംസാരിക്കുന്ന ആളുകളെ കണ്ടാൽ ഫഅരിദ് അൻഹും, അവരെ അവഗണിക്കണം. ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി, അവർ മറ്റു സംസാരത്തിലേക്ക് മാറുന്നതുവരെ. അപ്പോൾ ഇതേപോലുള്ള സാധ്യതകൾ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, അള്ളാഹുവിൻ്റെ ആയാത്തുകളിൽ അഥവാ മതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറങ്ങി സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതിന് വിപരീതമായി സംസാരിക്കുന്നവരെ കണ്ടാൽ അവരെ അവഗണിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ ഇൽമിൻ്റെ സദസ്സല്ല ഉദ്ദേശം, ഇൽമിനെതിരെ സംസാരിക്കുന്ന, സുന്നത്തിനെതിരെ സംസാരിക്കുന്ന സദസ്സുകൾ കണ്ടാൽ ഫഅരിദ് അൻഹും ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി, അവർ മറ്റു സംസാരങ്ങളിലേക്ക് പോകുന്നതുവരെ അവരുടെ കൂടെ ഇരിക്കരുത്. അങ്ങനെ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നത് പിശാചാണ്. വഇമ്മാ യുൻസിയന്നക ശൈത്താൻ, പിശാച് നിന്നെ മറപ്പിച്ച് കഴിഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരുടെ കൂടെ ഇരിക്കരുത് എന്നത് മറന്നുകൊണ്ട് പല ആളുകളും അത്തരം ആളുകളുടെ കൂടെ ഇരിക്കും. അതുകൊണ്ട് തന്നെ പിശാച് നിന്നെ മറപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറപ്പിച്ച് കളഞ്ഞാൽ, ഫലാ തഖഉദു ബഅദ ദിക്റ, ഓർമ്മയായതിനു ശേഷം പിന്നെ ഇരിക്കരുത്, മഅൽ ഖൗമിൽ ളാലിമീൻ, ളാലിമീങ്ങളുടെ കൂടെ. സൂറത്തുൽ അൻആം 68. അപ്പോൾ അങ്ങനെയുള്ള ബിദ്അത്തിൻ്റെയും ഖുറാഫാത്തിൻ്റെയും മതത്തെ പരിഹസിക്കുന്ന, നിഷേധിക്കുന്ന ആളുകളുടെ സദസ്സിൽ അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനല്ലാതെ നമ്മൾ ഇരിക്കരുത്. അങ്ങനെ ഇരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്ന നമ്മുടെ അറിവ് പോലും പിശാച് മറപ്പിച്ച് കളയും. എന്നാൽ ഓർമ്മയായാൽ പിന്നെ ഒരിക്കലും അവരുടെ കൂടെ ഇരിക്കാൻ പാടില്ലാത്തതാണ്. സൂറത്തുൻ നിസായിലെ 140-ാമത്തെ ആയത്തിൽ കാണാം, വഖദ് നസ്സല അലൈക്കും ഫിൽ കിതാബി, അള്ളാഹു നിങ്ങൾക്ക് വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്, അൻ ഇദാ സമിഅതും ആയാതില്ലാഹി യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിക്കപ്പെടുകയോ കളിയാക്കപ്പെടുകയോ ചെയ്യുന്നത് നിങ്ങൾ കേട്ടാൽ, ഫലാ തഖഉദൂ മഅഹും, അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുത്, ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി, അവർ മറ്റു സംസാരത്തിലേക്ക് പോകുന്നതുവരെ. ഇന്നകും ഇദം മിസ്ലുഹും, നിങ്ങൾ അങ്ങനെ ഇരുന്നാൽ നിങ്ങളും അവരെ പോലെ ആകും. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുനാഫിഖുകളെയും കാഫിറുകളെയും നരകത്തിൽ ഒരുമിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്, അള്ളാഹുവിൻ്റെ ആയത്തുകൾ നിഷേധിക്കപ്പെടുന്ന, കളിയാക്കപ്പെടുന്ന സദസ്സുകളിൽ ഇരിക്കരുത്. അങ്ങനെ ഇരുന്നാൽ അവരോട് തശബ്ബുഹ് സംഭവിക്കും, സാദൃശ്യപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ചിലപ്പോൾ ശാരീരികമായും മറ്റു ചിലപ്പോൾ മാനസികമായും. നിഫാഖിൻ്റെ അടയാളം കൂടിയാണത്. അതുകൊണ്ട് തന്നെ മുനാഫിക്കുകളാണ് അത്തരം ആളുകളുടെ കൂടെ ഇരുന്ന് ചിരിച്ചു കൊടുക്കുക. നിങ്ങളും അങ്ങനെ ഇരുന്നാൽ നിങ്ങളും അവരെ പോലെ ആയിത്തീരും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരം സദസ്സുകളിൽ ഇരിക്കാൻ പാടില്ല. അവരുടെ ശുബഹാത്തുകൾ, അവർ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം മറ്റുള്ളവരുടെ മനസ്സിലും കയറും. അതുകൊണ്ട് സലഫുകൾ വളരെ വളരെ ഗൗരവത്തോടു കൂടി കണ്ടിരുന്ന വിഷയമാണ് ബിദ്അത്തിൻ്റെ ആളുകളുടെ കൂടെ ഇരിക്കരുത്. ഇസ്ലാമിനെ നിഷേധിക്കുന്ന ആളുകളുടെ സദസ്സിൽ ഇരിക്കരുത്, അവരുടെ സംസാരം കേൾക്കരുത്, അവരുടെ പ്രഭാഷണം കേൾക്കരുത്. ആധുനിക കാലഘട്ടത്തിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും മറ്റുമൊക്കെ ഖുർആനിനെ കളിയാക്കുന്ന, പരിഹസിക്കുന്ന ആളുകൾ എത്രയെത്ര ആളുകളാണ് മതത്തിൽ നിന്ന് തെറ്റിപ്പോയത്. ആര് കാരണത്താൽ? ഈ ആളുകൾക്ക് ചെവി കൊടുത്തതുകൊണ്ട്. ശുദ്ധപ്രകൃതിയിൽ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ഇന്ന് ഖുർആനിനെ ചോദ്യം ചെയ്യുന്നു, ഹദീസുകളെ ചോദ്യം ചെയ്യുന്നു, നബിയെ ചോദ്യം ചെയ്യുന്നു, ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നു. ഇസ്ലാമിലെ പല നിയമങ്ങളെയും അവർ പരിഹസിക്കുന്നു. അവർ മുർത്തദ്ദുകളായി പോകുന്നു. എന്താ കാരണം? ഇതേപോലെയുള്ള ആളുകൾക്ക് ചെവി കൊടുത്തു, അവരുടെ സംസാരം കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ടായി. അത് വളരെ വലിയ അപകടമാണ്. ശുദ്ധ പ്രകൃതിയിൽ നിന്ന് അവർ തെറ്റിപ്പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ബിദ്അത്തിൻ്റെയോ ഇൽഹാദിൻ്റെയോ അഥവാ ദൈവനിഷേധത്തിൻ്റെയോ ആളുകളുടെ സംസാരങ്ങൾക്ക് ഒരിക്കലും നമ്മൾ പ്രചരണം കൊടുക്കാൻ പാടില്ല, പ്രചരിപ്പിക്കാൻ പാടില്ല. അത് മുസ്ലിം ഉമ്മത്തിനെ കേൾപ്പിക്കാൻ പാടില്ല. ആരെങ്കിലും കേട്ടാൽ അവരത് മറച്ചു വെക്കുക. രണ്ടാമത്തത്,
ഇനി അവർ അങ്ങനെ പറഞ്ഞത് പബ്ലിക്കിൽ പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ മറച്ചു വെച്ചാലും സമൂഹത്തിന് അത് കിട്ടിക്കഴിഞ്ഞാൽ വളരെ ശക്തമായി അതിന് ഖണ്ഡനം പറയുക, പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കാതെ അത്തരം വാദങ്ങളെ അവരുടേതായ സദസ്സുകളിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.